1 lakh ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം. 10 ലക്ഷം രൂപ റേഞ്ചിൽ നമുക്കൊരു ക്രിസ്റ്റ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതായത് 10.5 ലക്ഷം രൂപക്ക് 17 മോഡലിൽ നമുക്ക് 480 ചെയ്യാം. മാക്സിമം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ ഒരു 1 lakh വാറന്റിയോട് വാറന്റിയിൽ 10.5 ലക്ഷം രൂപക്ക് 1860 NOC പ്രൈസ് 17 4x4 ഓട്ടോമാറ്റിക് 1 year വാറണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ചെക്കിങ്ങുകളും കഴിഞ്ഞതിന് ശേഷമാണ് കസ്റ്റമർക്ക് യാർഡ് കയറ്റുന്നത്. നമ്മളിവിടുന്ന് ഒരു വണ്ടി എടുത്തിട്ട് അത് ഇൻ കേസ് എവിടെയെങ്കിലും ഫ്യൂല് കഴിഞ്ഞ് നിൽക്കുക, ഇൻ കേസ് ബ്രേക്ക് ഡൗൺ ആവുക എന്തെങ്കിലും ചെയ്താൽ നമ്മളൊരു എക്സിക്യൂട്ടീവ് വന്നാണ്ട് നമ്മളെ കോളേജ് എക്സിക്യൂട്ടീവ് വന്നാണ്ട് ഒരു 50 കിലോമീറ്ററിൻ്റെ അടുത്ത് ഉള്ളൊരു വർക്ക്ഷോപ്പിൽ നമ്മൾ ഏൽപ്പിച്ചു തരും. 50 കിലോമീറ്ററിൻ്റെ അടുത്തില്ല. നമ്മൾ ഒത്തിരി കാലത്തിന് ശേഷം ഫോക്കസ് മോട്ടോഴ്സിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ വാഹനങ്ങൾ എടുക്കുന്നത് പോലെ നമുക്ക് 1 year വരെ നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അത്യാവശ്യം എല്ലാ റേഞ്ചിലുള്ള വാഹനവും നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്ക് ആഷ് ബാക്കുകളൊക്കെ നല്ല ഈ ഒരു വാഹനങ്ങളുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വലിയ വാഹനങ്ങളാണ് മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അതിന് കൂടുതൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രൈസ് റേഞ്ചിൽ, അതായത് നിങ്ങൾക്ക് നെട്ടിക്കുന്നൊരു ഓഫർ പ്രൈസ് നമുക്ക് ഈ ഒരു വാഹനങ്ങൾ നമുക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിന് വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് ഇവിടുത്തെ വലിയ വാഹനങ്ങളുമായിട്ട് എക്സ്ചേഞ്ചിൽ വന്ന നല്ല ക്വാളിറ്റിയുള്ള വെഹിക്കിൾസ് തന്നെയാണ്. അതേപോലെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ അങ്ങ് ടയോട്ടക്ക് മാത്രമായിട്ട് ഫോർച്യൂണർ ക്രിസ്റ്റകൾ ഒക്കെയുള്ള നല്ലൊരു ഏരിയ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടയോട്ടൻ്റെ വാഹനങ്ങൾക്ക് നമുക്ക് പൂർണ്ണമായിട്ട് 1 year വാറണ്ടി. അപ്പോൾ ഈ ഒരു സൈഡ് അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീമിയം വെഹിക്കിൾസ് ഓഡി, BM, ബെൻസ്, അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ ലീഡിംഗ് ബ്രാൻഡ്സിനെയും താറുകളുടെയൊക്കെ ഒരു നല്ല കളക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഇവിടുന്ന് വാഹനങ്ങൾ കൊണ്ടാവും. സോ നമ്മൾ പ്രേക്ഷകരും അതേപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഒരു വാഹനം തന്നെയാണ് ആസാദിക്കുക. നമുക്ക് ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിന് ഒരു വർക്ക് കാര്യങ്ങൾ വരരുത്, അവർ പുതിയ വാഹനം കൂടെ ടെൻഷൻ ഫ്രീ ആയിട്ട് എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫോക്കസിൽ ഒത്തിരി മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ആസാദിക്കുക, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇല്ല, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഒരു 1.5 വർഷമായി നിങ്ങൾ വന്നിട്ട് വളരെ വന്നതിലധികം സന്തോഷം. നമ്മൾ നിങ്ങളോടൊരു കമ്മിറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ തുടക്കത്തിൽ ഫോക്കസിൻ്റെ തുടക്കം മുതലേ നമ്മൾ കൂടുതലൊരാളാണ്. അന്ന് നമുക്ക് ഒരു ഷോറൂമുള്ളതിന് ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കൊല്ലത്തും ഒരു ഷോറൂം തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ പിന്തുണയുണ്ട്. അതൊക്കെ എൻ്റെ നന്ദി കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കസ്റ്റമറുടെ ഹാപ്പിയാണ് ഫോക്കസ് മോട്ടോഴ്സിൻ്റെ ഹാപ്പി എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ 1 year വാറണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ചെക്കിങ്ങുകളും കഴിഞ്ഞതിന് ശേഷമാണ് കസ്റ്റമർക്ക് യാർഡ് കയറ്റുന്നത്. ഒന്നാമത് സെക്കൻഡ് ഹാൻഡ്സ് വാഹനമാണ്. അപ്പോൾ ഒരുപാട് ആശങ്കകൾ ആളുകൾക്ക് ഉണ്ടാവും. നമ്മൾ എല്ലാ ചെക്കിങ്ങും പരമാവധി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കിക്കൊണ്ടാണ് കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നത്. ടോട്ടൽ എസ് ഫ്ലഡ് വാഹനങ്ങളൊന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ നിങ്ങൾക്ക് അറിയാം, ഈ ഫോക്കസ് മോട്ടോഴ്സ് ഇവിടെ വരുന്നതിന് മുന്നേ കുറച്ച് അപ്പുറത്തായിരുന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ ഒരു 10 വർഷം മുന്നൊക്കെ അല്ലെങ്കിൽ 5 വർഷം മുന്നൊക്കെ നമ്മൾ അത്തരം വാഹനങ്ങൾ ചെയ്തിരുന്നു. ഇല്ല എന്നൊന്നും പറയില്ല. ഇപ്പോൾ നമ്മൾ അത്തരം വാഹനങ്ങൾ ചെയ്യുന്നില്ല എന്ന് പ്രേക്ഷകരോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. 100% ഗ്യാരണ്ടിയാണ്. കാരണം 6 മാസവും അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ 1 year ഒക്കെ നമ്മൾ വാഹനങ്ങൾക്ക് വാറണ്ടി കൊടുക്കുകയാണ് എന്നുള്ളത്. പൊതുവെ നമുക്ക് വലിയ വാഹനങ്ങളായിട്ടുണ്ട് അല്ലേ കൂടുതലും. അപ്പോൾ 8 ലക്ഷത്തിൻ്റെ മേഖലക്കുള്ള വാഹനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് സ്വിഫ്റ്റ്, ബലീനോ മുതലുള്ള വാഹനങ്ങളാണ്. ഇപ്പോൾ എക്സ്ചേഞ്ച് വാഹനങ്ങൾ ഒരുപാടുണ്ട്. അത് നമുക്ക് മാക്സിമം ഓഫറിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തോളി. അതും നമുക്ക് ഈ തവണ നമുക്ക് മിക്സ് ചെയ്തിട്ടാണ്. വലിയ വാഹനങ്ങളൂടെ സാധാരണക്കാർക്ക് വാഹനം ഇല്ല നിങ്ങൾ പേടിക്കേണ്ട. അത് നമുക്ക് വാറണ്ടിക്കുള്ള വാഹനങ്ങളുണ്ട് അല്ലേ? അതിൽ വാറണ്ടി ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുണ്ട്. അത് എക്സ്ചേഞ്ച് വാഹനങ്ങളാണ്. അപ്പോൾ കസ്റ്റമർ വന്ന് നോക്കി അവർക്ക് ഇഷ്ടപ്പെട്ട് അവർക്ക് മെക്കാനിക്കിനെ കൊടുത്ത് ചെക്ക് ചെയ്ത് അങ്ങനെ ആ രീതിയിലോ ആരെയും കൂടി നോക്കിച്ചാലുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം അവർക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ആ വാഹനങ്ങൾ എടുക്കുക. വാറണ്ടി ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുണ്ട്. വാറണ്ടി ഇല്ലാത്ത വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഇവിടെ കസ്റ്റമർ വന്ന് അവർ വാഹനങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് പോകുമ്പോൾ ഉള്ള എക്സ്ചേഞ്ച് വാഹനങ്ങളാണ്. അത് നമ്മൾ ഫോക്കസ് വാറണ്ടി ഒന്നും അത്ര ചില വാഹനങ്ങൾ കൊടുക്കുന്നില്ല. അത് തുറന്നു പറയുകയാണ്. അപ്പോൾ ഒന്ന് നോക്കി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എടുക്കുക. ഫോക്കസ് വാറണ്ടി വാഹനങ്ങൾ അവർ ബോർഡ് നോക്കിയിട്ടുണ്ടാവും. ആ വാഹനങ്ങൾക്ക് ഫോക്കസ് 1 year വാറണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊല്ലത്ത് ഷോറൂമിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊല്ലം ഷോറൂം വരുന്നത് ട്രാവങ്കൂർ മെഡിസിറ്റിൻ്റെ അടുത്താണ്. അതന്നെ നമ്മളെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു മെഡിക്കൽ കോളേജാണ്. ട്രാവങ്കൂർ മെഡിസിറ്റി എന്ന് പറയുന്നത് വലിയ ഹോസ്പിറ്റലാണ്. ആ ഗേറ്റിന് തൊട്ടപ്പുറത്താണ്
നമ്മുടെ ലാൻഡ്മാർക്ക് വരുന്നത്. അപ്പോൾ അവിടെയും തന്നെ ഒരുപാട് വാഹനങ്ങളുണ്ട്. നിങ്ങളെ പ്രേക്ഷകരൊക്കെ അതിലൊക്കെ ഇടയ്ക്ക് വീഡിയോ കാണുന്നുണ്ട്, ആ ഭാഗത്തിലൊക്കെ നിങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉള്ളവരെ സംബന്ധിച്ച് അവിടെ പോയാലും നമുക്ക് അത്യാവശ്യം വാഹനങ്ങളും കാര്യങ്ങളും നമുക്ക് 100ഓളം വാഹനങ്ങൾ ഇപ്പോൾ ഫോക്കസിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഫോക്കസ് മോട്ടോഴ്സിന് വെബ്സൈറ്റ് ഉണ്ട്, focusmotors.in. അതിൽ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതിലെല്ലാ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഈ ടോട്ടൽ 100 വാഹനങ്ങളുടെ സ്റ്റോക്ക് ഉണ്ട്. കസ്റ്റമർ ഓക്കെ പറഞ്ഞാൽ അഡ്വാൻസ് ചെയ്ത്, ഇപ്പോൾ നമ്മുടെ കസ്റ്റമർ ഒരുപാട് പ്രവാസികളാണ്, അതുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ പ്രവാസികളൊന്നും ഇന്ന് ഡെലിവറിക്കല്ലാതെ വണ്ടി കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവരെ വീട്ടിലോ അല്ലെങ്കിൽ നോക്കി, അപ്പോൾ വെബ്സൈറ്റിൽ നോക്കി ബുക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. അവർക്ക് എന്തെങ്കിലും അവർ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് നമ്മൾ ചെക്കിങ് കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത് പറഞ്ഞാലും വാഹനങ്ങളാണ് നമ്മൾ കാണാത്ത കംപ്ലയിൻറ്റ് പിന്നീട് എന്തെങ്കിലും കാണുകയാണെങ്കിൽ പോലും അതൊരു മേജർ എൻജിനോ ഗിയർ ബോക്സ് ആണെങ്കിൽ നമ്മൾ നന്നാക്കി കൊടുക്കും. ഈ പോകുന്ന രീതിയിൽ ടയർ കല്ലടിച്ച് പൊട്ടിയാലൊന്നും ഉണ്ടാവില്ല കേട്ടോ, അതൊക്കെ പുതിയ വണ്ടിക്ക് കൊടുക്കാൻ കഴിയില്ല. അല്ലാത്തൊരു മേജർ ഒരു 10,000 രൂപേൻ്റെ മേലക്കുള്ള വർക്കുകളൊക്കെ കസ്റ്റമർക്ക് അവർക്ക് തോന്നുകയാണ് അത് പെട്ടുപോയി, എന്നെ ചതിക്കപ്പെട്ടു എന്ന് തോന്നുന്നത് ഫോക്കസ് ഫോട്ടോസിൻ്റെ ഫോൺ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ അത് ശരിയാക്കി കൊടുക്കാനും അത്തരം കാര്യങ്ങളുള്ള എല്ലാ സൗകര്യങ്ങളും ഫോക്കസ് മോട്ടോഴ്സ് ചെയ്തു കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് വീഡിയോയിൽ ഇടയിൽ പറയും. ഒരു ഇൻട്രോ ഇനി ലെങ്ത് ആണ്ടാന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ ലൊക്കേഷൻ ഒന്ന് വരുന്നത് കൊല്ലത്താണ്. അതേപോലെ തന്നെ വരുന്നത് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ്. പാണ്ടിക്കാട് നമ്മൾ ഇന്ത്യൻ ഓയിലിനോട് തൊട്ട് ചാരിയായിട്ട് മഞ്ചേരി റോട്ടിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്പർ കാര്യങ്ങൾക്ക് വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒന്നുകിൽ നിങ്ങൾ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ താഴെ നമ്പറിൽ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് കിടക്കാം. ഇവിടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് ഷമീമാണ്. ഷമീം നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഫ്യൂലോ കാര്യങ്ങൾ എന്തെങ്കിലും കഴിഞ്ഞാൽ ഫ്യൂൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾ ഇന്ത്യ റോഡ് അസിസ്റ്റന്റ് കാര്യങ്ങൾ, അതായത് പാൻ ഇന്ത്യ റോഡ് അസിസ്റ്റന്റ് കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈവൻ ഈ ഒരു വാഹനം കൊണ്ട് നമുക്ക് നമുക്ക് റോഡ് ട്രിപ്പ് ഒക്കെ പോവുകയാണെങ്കിലും ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് പോകാന്നുള്ളതാണ്. എവിടെയെങ്കിലും കുടുങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ടാൽ നമുക്ക് അതിനുള്ള അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്തുതരും. ഈവൻ ഫ്യൂവൽ കഴിഞ്ഞാൽ പോലും ഇവർ എത്തിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് ഇടയിലായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് പാർട്ട് ടയോട്ട മാത്രമായിക്കോട്ടെ അല്ല, ഫസ്റ്റ് തന്നെ നമുക്ക് ഇതാണ് ഫോർച്യൂണർ തുടങ്ങാം അല്ല. ഇതൊരു ഓഫർ പ്രൈസിലാണ് ഒരു ഫോർച്യൂണർ വരുന്നത്. അത് മോഡൽ കൂടിയൊരു വാഹനമാണ്. ഈ ഒരു വാഹനത്തിന് നമുക്ക് വാറണ്ടി എത്രയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് 1 ഇയർ വാറണ്ടി അല്ലേ. പിന്നെ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2017 4x4 ഓട്ടോമാറ്റിക് NOC പ്രൈസ് ആണ്. NOC പ്രൈസ് ആണ്. നമുക്കൊരു 1860 കൊടുക്കാം. 1860, അതായത് നല്ലൊരു ബെസ്റ്റ് പ്രൈസ് ആണ്. നമുക്ക് NOCയിലുള്ള പ്രൈസ് ആണ് വരുന്നത്. അത് 17 4x4 ഓട്ടോമാറ്റിക്. ഇത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് സെക്കൻഡ് അല്ലേ. മേജറായ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ, അങ്ങനത്തെ വണ്ടികൾ നമ്മൾ ചെയ്യലില്ല. അപ്പോൾ അതായത് നമുക്ക് ഈ ഒരു 130 ചെക്ക് പോയിന്റ്സ് കഴിയുന്നതുകൊണ്ട് അത്രയും നമുക്ക് ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ മാത്രമേ നിങ്ങൾ യാർഡിലേക്ക് കയറ്റുള്ളൂ എന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1860 NOC പ്രൈസ്, 17 4x4 ഓട്ടോമാറ്റിക്. ഇത് നമുക്ക് ക്രിസ്റ്റ ഇവിടുന്ന് നല്ല അത്യാവശ്യം എല്ലാ റേഞ്ചിലും ഉണ്ട്. ഒരു ഷോറൂം കാണുന്ന പോലെ പല കളർ ഓപ്ഷൻസും പല ജനറേഷനുകളും നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പല ഓപ്ഷനും ഉണ്ട്. ഇത് എങ്ങനെയായിരുന്നു? ഓപ്ഷൻ ഏതായിരുന്നത്? 2018 ക്രിസ്റ്റ G4 മാനുവൽ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് 185. ഹിസ്റ്ററി എല്ലാം പക്കയാണ്. പ്രോപ്പർ സർവീസ് മെയിൻ്റെനൻസ് എല്ലാം ഉള്ള വണ്ടിയാണ്. കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടിയാണ് കേട്ടോ. നിലവിൽ നമ്പർ ആയിട്ടുണ്ട്. അത് നമുക്ക് ഫുള്ള് സർവീസ് കാര്യങ്ങളല്ലാണ്ട് G4 ആണ് വരുന്നത്. അത്യാവശ്യം നമുക്ക് ഒരു 90% ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ. എത്രയായിരുന്നു ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 1480 കൊടുക്കും. 1480 നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ്. ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വാഹനം ഇറക്കാൻ പറ്റും? ഇതൊക്കെ ഏകദേശം ഒരു 1 lakh ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഒരു ബെസ്റ്റ് പ്രൈസിന് നമ്പർ ആയിട്ട് കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്കൊരു സിൽവർ ഫിനിഷിംഗ് ആണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2017 മോഡല്, സെക്കൻഡ് ഓൺഷിപ്പ്, 2,90,000 കിലോമീറ്റർ ഓടിയുണ്ട്. പ്രോപ്പർ സർവീസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 100% നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അപ്പോൾ പക്ക ഹിസ്റ്ററി ഉണ്ട്. ടയേഴ്സ് ഒക്കെ പുതിയ ടയേഴ്സ് തന്നെയാണ് വരുന്നത് അല്ലേ. മേജർ ആക്സിഡന്റ് ക്ലെയിമുകൾ ഒന്നും ഇല്ലല്ലോ. നമുക്ക് പിന്നെ അത് ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മേജർ ആക്സിഡന്റ് ഉള്ള ടോട്ടൽ ലോസ് അങ്ങനത്തെ വെഹിക്കിളും മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി നമ്മൾ ചെയ്യാറില്ല. വെഹിക്കിൾ നമ്മൾ ചെയ്യും. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് 13.5 അല്ലേ. നമ്പർ ആയിട്ടുള്ള പ്രൈസ്. റീപ്ലേസും ഇല്ലാത്ത വണ്ടിയാണ്. അതായത് നമുക്ക് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ് 13.5 ഒരു ബെസ്റ്റ് പ്രൈസിന്. അതും 17 മോഡല്. ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? G4 മാനുവൽ അല്ലേ. ഏകദേശം നമുക്ക് ഒരു 1.5-2 ലക്ഷം രൂപയുടെ വണ്ടി ഇറക്കാം അല്ലേ. ദെൻ നമുക്ക് വൈറ്റ്
അത് നമുക്ക് ഏറ്റവും തേർഡ് ജെന്നിലെ ഫേസ് കാര്യങ്ങളെല്ലാം വരുന്നൊരു മോഡലാണ് അല്ലേ? 3 കൺവേർഷൻ ചെയ്തതാണ്. കൺവേർഷൻ ചെയ്താണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2017 2017 അത്യാവശ്യം നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ നമുക്ക് ഫുഡ് ഒക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. അതേപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്, അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, വൈറ്റ് ഫിനിഷിംഗ് ആണ്. എങ്ങനെയായിരുന്നു 17 മോഡല്? 2017 240 ഓടിയ വണ്ടിയാണ്. സർവീസ് പ്രോപ്പർ ഉള്ള വണ്ടി, എല്ലാം പ്രോപ്പർ ഉള്ള വണ്ടി. നമ്പർ ആയിട്ടുണ്ടോ വണ്ടി വരുന്നത്? ആ നമ്പർ ആയതുകൊണ്ട് 71ലേക്ക് അതായത് നിലമ്പൂർ രജിസ്ട്രേഷൻ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വാഹനമാണ്. നമുക്ക് ഇത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് തേർഡ് ഓൺഷിപ്പ് ആണ്, നമ്പർ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് KL70 നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 13,000 റേഞ്ച് ചെയ്തു. 13,000 റേഞ്ചിൽ മാറ്റം വരുത്തി കൊടുക്കും ചെയ്യാം. ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കുകയും ചെയ്യാം. ദെൻ വീണ്ടും നമുക്കൊരു തവണ ഏറ്റവും തേർഡ് ജെൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017-18 രജിസ്ട്രേഷൻ വണ്ടി വരുന്നുണ്ട്. 18 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. സിൽവർ ഫിനിഷിംഗ് ആണ്, അത്യാവശ്യം ടയേഴ്സ് കാരണം. ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? ഇത് G4 തന്നെ. G4 തന്നെയാണ് വരുന്നത്. പിന്നെ നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ്, LCD സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് കിലോമീറ്റർ കാര്യങ്ങൾ 137 ഓടി. 137 ഓടി, ഒന്നുകൂടി കുറഞ്ഞ കിലോമീറ്റർ ആണ് വരുന്നുള്ളൂ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സിംഗിൾ ആണ്. നമ്മള് പെരിന്തൽമണ്ണക്ക് NOC എടുത്തിട്ടുണ്ട്. 53ക്ക്. അപ്പൊ ഇനി നമ്പർ ആക്കിയിട്ട് നമുക്ക് കൊടുക്കാം. നമ്പർ ആക്കി ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് ഒരു 13,90 ലെവൽ കൊടുക്കാം. അപ്പൊ ഇനി പെട്ടെന്ന് വരികയാണെങ്കിൽ നമുക്ക് ആ കസ്റ്റമർ പേർക്ക് തന്നെ നമുക്ക് NOC എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അവരെ ഇതിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാനും പറ്റുന്ന ഒരു വാഹനമാണ്. അപ്പൊ നമുക്ക് സെക്കൻഡ് ഓൺഷിപ്പ് ആയിട്ട് എടുക്കുകയും ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 1-2 ലക്ഷം രൂപ സുഖമായിട്ട് വണ്ടി ചെയ്യാം. ഇത് നമുക്ക് ഫസ്റ്റ് ജെൻ അല്ലേ? ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? നമ്മളൊരു ഓഫറിൽ ഇട്ട വണ്ടിയാണ് ഇത്. 2017 വണ്ടി. 17 വണ്ടി 195 ഓടിയിട്ടുണ്ട്. 195 മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. മേജറായ പ്രശ്നം 1 ഇയർ നമുക്ക് വാറണ്ടിയും കൊടുക്കാം. ഈ ടൊയോട്ടയുടെ വണ്ടികൾക്കൊക്കെ പൊതുവെ നമുക്ക് 1 ഇയർ വാറണ്ടി ഉണ്ട്. സോ നമുക്ക് അതിലൊന്നും ടെൻഷന് കാര്യങ്ങളൊന്നും വേണ്ട. ഇതിലൊക്കെ 1 ഇയർ വാറണ്ടി. 17 മോഡല് സിംഗിൾ ഓണർ വണ്ടി, സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി. നമ്പർ ആരെടുക്കണം അവരുടെ പേർക്ക് NOC എടുത്തിട്ട് കൊടുക്കാം. നമുക്ക് 10 രൂപയ്ക്ക് NOC കൊടുക്കാം. 10 രൂപക്ക്. അതായത് നമുക്ക് ഏറ്റവും ഒരു 10 ലക്ഷം രൂപ റേഞ്ചിൽ നമുക്കൊരു ക്രിസ്റ്റ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതായത് 10 ലക്ഷം രൂപക്ക് 17 മോഡൽ 17 മോഡല് അത് നമുക്ക് NOC 1 ഇയർ വാറണ്ടിയിൽ 10 ലക്ഷം രൂപക്ക് NOC പ്രൈസ്, ഓഫർ പ്രൈസ് കേട്ടോ. ഇത് നമുക്ക് അടുത്തൊരു ഗ്രേ ഫിനിഷിംഗ് ആണ്. ഇതെങ്ങനെയായിരുന്നു നമുക്ക് മോഡല്? 2019 12 മാസം വണ്ടി. 2019 12 മാസം. അത്യാവശ്യം നല്ല മോഡൽ കൂടിയൊരു വാഹനമാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓപ്ഷൻ ഏതായിരുന്നു? ഇത് G4 തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും അത്യാവശ്യം വേണ്ട എല്ലാ ഫിറ്റിംഗ്സും കമ്പനി തന്നെ വരുന്നുണ്ട്. അഡീഷണൽ നമുക്ക് നല്ല ലെതർ കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതിനായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 127 പ്രോപ്പർ സർവീസ് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി. അത് നമുക്ക് ടൊയോട്ടനെ സംബന്ധിച്ച് 127 ഒരു ഹോട്ടലല്ല അത് തന്നെ പറയാൻ പറ്റും. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് സെക്കൻഡ് ഓണർ അല്ലേ? എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത് നമ്മള്? ഇത് നമ്മള് 16,500 അല്ല, ഒരു ബെസ്റ്റ് പ്രൈസിന് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഒരു 1.5-2 ലക്ഷം രൂപ 19 മോഡൽ ഉണ്ട്. 12 മാസം 20 ചെറിയ മാറ്റം ഉള്ളൂ എന്ന് പറയാം. അപ്പൊ അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടിയാണ്. നല്ലൊരു ബെസ്റ്റ് പ്രൈസ് എന്ന് തന്നെ പറയാം. അത് നമുക്ക് കിലോമീറ്റർ നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഇല്ല. പിന്നെ അഗൈൻ നമുക്ക് വീണ്ടും ഒരു വൈറ്റ് ഇന്നോവ തന്നെയാണ് വരുന്നത്. ക്രിസ്റ്റൻ്റെയാണ്. അത് നമുക്ക് അത്യാവശ്യം ബ്ലാക്ക് അലോയ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു വാഹനമാണ്. ഇതെങ്ങനെയായിരുന്നു? 2017 G4 തന്നെ വരുന്നത്. 170 ഓട്ടം. ഫുൾ ഹിസ്റ്ററി എല്ലാം പക്കയായിട്ടുള്ള വണ്ടിയാണ്. അതേപോലെ തന്നെ നല്ല ഒന്നുകൂടി നമുക്ക് ഒരു ഹൈ കോസ്റ്റ് ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. വെൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടി അല്ലേ? പക്ക നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. 1 ഇയർ വാറണ്ടി എല്ലാം വരുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ നല്ല പക്ക കിടു വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് വരുന്ന വാഹനം. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 1385 നമ്പർ ആക്കി കൊടുക്കും. 1385 നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ്. പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി. ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? ഏകദേശം ഒരു 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അതാണ് ഒരു ഹൈലൈറ്റ് കേട്ടോ. ഇത് നമുക്ക് ഇതാണോ വീണ്ടും ഒരു ഫുൾ ബ്ലാക്കിൽ വരുന്നൊരു വാഹനം അല്ല? ഈ ബ്ലാക്ക് വേണമെന്നുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പൊതുവെ ഇതിൽ റയർ ആണ്, ബ്ലാക്ക് ഇച്ചിരി പാടാണ് അല്ലെ? എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2017 Z ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ Z ഓട്ടോമാറ്റിക്, അതും ഫുൾ ബ്ലാക്ക് നോക്കുന്നവർക്ക് ഒരു അടിപൊളി ഓപ്ഷൻ തന്നെ പറയാം. എങ്ങനെയായിരുന്നു കിലോമീറ്റർ? സിംഗിൾ ഓൺഷിപ്പ് ആണ്. 183 ഓടിയിട്ടുണ്ട്. പ്രോപ്പർ സർവീസ് എല്ലാം സിംഗിൾ ഓൺഷിപ്പ് ആണ്. എടുക്കുന്ന അവരുടെ പേർക്ക് ഡയറക്റ്റ് NOC എടുക്കുകയും ചെയ്യാം. അപ്പോൾ അതാണ് നമുക്ക് Z ഓട്ടോമാറ്റിക് ഫുൾ ബ്ലാക്കിൽ പ്രോപ്പർ സർവീസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനം. നിലവിൽ സിംഗിൾ ഓൺഷിപ്പ് ആണ്.
നമുക്ക് ഇനി ആരാണ് എടുക്കാൻ പറ്റുന്നത് അവരുടെ പേരിലേക്ക് നമുക്ക് NOC ചെയ്തിട്ട് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 14,60 ചെയ്തു. 14,60 NOC പ്രൈസിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ദെൻ വീണ്ടും നമുക്ക് തേർഡ് ജനറേഷൻ കൺവേർട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു സിൽവർ ഫിനിഷിംഗ് ആണ്. ഇതെങ്ങനെയായിരുന്നു? 2019-20 രജിസ്ട്രേഷൻ വരുന്ന ക്രിസ്റ്റ 131 ഓട്ടം സിംഗിൾ ഓണർഷിപ്പ്. ആരാ എടുക്കുന്ന അവരുടെ പേർക്ക് ഡയറക്റ്റ് NOC എടുക്കാൻ പറ്റും. പക്ക ക്വാളിറ്റി വണ്ടി. അത്ര നമുക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റും. എത്ര ചോദിക്കുന്നു ഈ വാഹനത്തിന്? നമുക്ക് 14,60 കൊടുക്കാം. 14,60 NOCയിൽ നമുക്ക് 14,60. ഇത് നമുക്ക് അടുത്തൊരു പൊളി വാഹനമാണ്. പൊതുവെ ക്രിസ്റ്റയില് അധികം ആളുകളും ഒന്നുകൂടി കിലോമീറ്റർ വാഹനം ലോ കിലോമീറ്റർ ആണ്. ഈ ഒരു കളർ ഒന്നുകൂടി ക്രിസ്റ്റയിൽ ഒന്നുകൂടി ഹൈലൈറ്റ് ആണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2017 മോഡലാണ്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ 86,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 1,00,000 താഴെ കിലോമീറ്റർ പറഞ്ഞ പക്ക ഒരു കേരളത്തില് ഇവിടെ ഒരു റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ക്രിസ്റ്റ കേരളമാണ് വണ്ടി. നമ്പർ ആയിട്ടില്ല. ഒരു 5-6 കൊല്ലമായിട്ട് കേരളത്തില് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പ്രോപ്പർ സർവീസ് മെയിൻറ്റെയിൻ ചെയ്ത ഒരു റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. അപ്പൊ നമുക്ക് അത്ര 100% പറയും ചെയ്യാം. വെറും 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏതായിരുന്നു ഓപ്ഷൻ വന്നത്? വി ഓപ്ഷനാണ്. വി ഓപ്ഷനാണ് വരുന്നത് അല്ലേ? എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? ഇത് നമുക്കൊരു 16,000 ചെയ്തു കൊടുക്കാം. നമ്പർ ആയിട്ടില്ല. ഒരു 5-6 വർഷമായിട്ട് കേരളത്തിലുണ്ട്. അതൊരു കേരള വാൻ പോലെ ആയിട്ടുണ്ട്. കേരളത്തിൽ അത് ഗ്യാരണ്ടി മെയിൻ ക്ലാസ് വരെ റീപ്ലേസ് ഇല്ല. അത്രയും പക്കായിട്ട് നമുക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വാഹനം. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക്? ഇതൊരു 2 ലക്ഷം രൂപ വണ്ടിയാണ്. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കം ചെയ്യാം അല്ലേ? ഇനി വീണ്ടും നമുക്ക് ഫോർച്യൂണറുകൾ തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് തന്നെ ഒരു ഓഫർ പ്രൈസിലുള്ള ഒരു ഐറ്റം ആയിരുന്നു. ഇത് നമുക്ക് വാറണ്ടി ഉള്ള വാഹനമാണ്. 1 ഇയർ വാറണ്ടി. ഇത് ഏതായിരുന്നു? 2 വീലാണോ 4 വീലാണോ? ഇത് 2 വീൽ ഓട്ടോമാറ്റിക്. ഏതായിരുന്നു മോഡൽ? 2012 2 വീൽ ഓട്ടോമാറ്റിക്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 180 ഓടിയിട്ടുണ്ട്. പ്രോപ്പർ സർവീസ് മെയിൻറ്റെയിൻ ചെയ്ത എല്ലാം പക്കയായിട്ടുള്ള വണ്ടിയാണ്. സർവീസ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആരെടുക്കുന്ന അവരുടെ പേർക്ക് NOC എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എത്ര ഈ വാഹനത്തിന്? 11.5 റേഞ്ചിൽ നമുക്ക് കൊടുക്കും. 11.5 NOC പ്രൈസ് ആണ്. അതെ, NOC പ്രൈസ് 11.5 ലക്ഷം രൂപക്ക് 2 വീൽ ഓട്ടോമാറ്റിക്കല്, അതും സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ഫോർച്യൂണർ നമുക്ക് വെറും 11.5 ലക്ഷം രൂപ NOC പ്രൈസ് കേട്ടോ. ഇത് നമുക്ക് ഒരു സിൽവർ ഫിനിഷിംഗ് ആണ് വരുന്നത്. മാനുവൽ ഫോർച്യൂണർ നോക്കും. ഇനി മാനുവൽ വേണമെന്നുള്ളവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. 4 ആണോ 2 വീലാണോ വരുന്നത്? 2 വീലില് മാനുവൽ വരുന്നതാണ്. ഏതായിരുന്നു മോഡൽ? ഏതായിരുന്നു? 2014 മോഡൽ. 180 ഓട്ടം കറക്റ്റ് പ്രോപ്പർ സർവീസ് ഇല്ല. എല്ലാം പക്കയായിട്ടുള്ള വണ്ടി. 100% പറയാം. ടയേഴ്സ് ഒന്നും നോക്കണ്ടല്ല. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. ഇന്റീരിയറും പക്ക വെൽ മെയിൻറ്റൈൻഡ് ആണ്. എഞ്ചിന് മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറയാം. 1 ഇയർ വാറണ്ടി കൊടുക്കാം. എത്ര വാഹനത്തിന് ചോദിക്കുന്നത്? 13.5 NOC പ്രൈസ് ആണ്. നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ്. 2014 വണ്ടി നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ് 13.5. ഏകദേശം 1.5-2 ലക്ഷം രൂപ വണ്ടി ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കുകയും ചെയ്യാം. ദെൻ വീണ്ടും അഗൈൻ നമുക്ക് വീണ്ടും ഒരു ഫോർച്യൂണർ തന്നെയാണ്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2015-11 മാസം വണ്ടി. സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. 168 ഓട്ടം കറക്റ്റ് പ്രോപ്പർ സർവീസ് ഉള്ള എല്ലാം. മെയിൻ ക്ലാസ് ചെറിയൊരു ക്രാക്ക് ഉണ്ട്. നമ്മൾ വേണമെങ്കിൽ വന്നിട്ട് കസ്റ്റമർ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. റീപ്ലേസ് വേണ്ടെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്തിട്ടും നമുക്ക് ചെയ്യാൻ പറ്റൂല. ഈ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ പ്രൈസ് നമുക്ക് കുറച്ച് കൊടുക്കാം. ചേഞ്ച് ചെയ്യാനുള്ള പ്രൈസ് നമ്മൾ കുറച്ച് കൊടുക്കാം. എങ്ങനെയായിരുന്നു? ഇത് 2 വീലാണോ 4 വീലാണോ? 2 വീൽ ഓട്ടോമാറ്റിക്. കിലോ മോഡൽ പറഞ്ഞ 2015-11 മാസം വണ്ടി. 11 MB ചെയ്തു. 11 MB നമുക്ക് 1380 ചെയ്യാം. നമ്പർ ആയിട്ട് NOC പ്രൈസ് അല്ലേ? അടുത്ത് വീണ്ടും നമ്മള് ഇത് നേരത്തെ ഈ ഒരു കളർ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. സെയിം കളർ തന്നെ വീണ്ടും അതിലൊരു കേരള വണ്ടി. ഇത് കേരള ഒറിജിനൽ കേരള. എങ്ങനെയായിരുന്നു മോഡൽ? 2016 136 പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി. അപ്പൊ നമുക്ക് കേരള വണ്ടിയാണ്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് വെറും 1.36 ഓടിയിട്ടുള്ളൂ. വി ഓപ്ഷൻ ആണ് വരുന്നത്. മാനുവൽ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ? പിന്നെ ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓൺഷിപ്പ് 3rd ആണ്. പക്ഷേ 1 ഇയർ വാറണ്ടി കൊടുക്കാം നമുക്ക്. 1 ഇയർ വാറണ്ടി ഉള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ക വെൽ മെയിൻറ്റൈൻഡ് ആണ്. അത്യാവശ്യം നമുക്ക് ടയേഴ്സ് കാര്യങ്ങളും എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വാഹനം. എത്ര നമുക്ക് ക്ഷമിമേ ചോദിക്കുന്നത്? 14.45 17.45. ഏകദേശം നമുക്ക് എത്ര രൂപ? ഒരു 1.5-2 രൂപ സുഖമായിട്ട് 2 ലാക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം. വീണ്ടും ഒരു വൈറ്റ് അല്ലേ? നമുക്ക് ഫസ്റ്റ് ജനറേഷൻ തന്നെയാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? എങ്ങനെയായിരുന്നു വരുന്നത്? ഇത് 2017 ഒറിജിനൽ കേരള വണ്ടി. ഇത് വീണ്ടും ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ? ഫാൻസി നമ്പർ ഒക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. 2017 198 ഓടിയിട്ടുണ്ട്. പ്രോപ്പർ സർവീസ് മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാ 10 ഷോറൂം കയറിയ അത്രയും നമുക്ക് 100% ഗ്യാരണ്ടി പറയാം. ഇങ്ങനത്തെ വണ്ടി ഇട്ടാൽ ഇച്ചിരി പാടാണ്. നമുക്ക് ധൈര്യപ്പെട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്.
ഇന്റീരിയറും എക്സ്ട്രാ ഒക്കെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഓരോ 10,000 സർവീസ് ഹിസ്റ്ററി ഉള്ള ഒറിജിനൽ കേരള വാഹനം. കിലോമീറ്റർ പറഞ്ഞത് 1.98. സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, പക്ക ക്വാളിറ്റി വണ്ടി. ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? G4 മാനുവൽ. എത്ര ചോദിക്കുന്നു ഈ ഒരു വാഹനത്തിന്? ഇത് നമുക്ക് 15,400 കിട്ടിയ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വാഹനം സ്പെഷ്യൽ റേറ്റിൽ കൊണ്ടുപോകാം. ടയോട്ട കളക്ഷൻസ് മാത്രമായിരുന്നു. പക്ഷേ ഇതിലെ ഇടയിൽ നമുക്ക് ഇവിടെ എക്സ്ചേഞ്ച് വന്ന ഒത്തിരി വാഹനങ്ങളുണ്ട്. അതിൽ ചില വാഹനങ്ങൾ നമ്മൾ പരിചയപ്പെടാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു എലൈറ്റ് i20 അതിന്റെ ഫസ്റ്റ് ജനറേഷൻ ആണ്. അതിൽ ഈ റെഡ് ഫിനിഷ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു കളർ കൂടിയാണ്. ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഡീസൽ. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി അലോയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു. ആഫ്റ്റർ മാർക്സ് അലോയ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ടയേഴ്സ് വരുന്നുണ്ട്. ഏതായിരുന്നു മോഡൽ? 2014 വണ്ടി മോഡൽ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 110 കിലോമീറ്റർ. ഓൺഷിപ്പ് ഇത് തേർഡ് ഓൺഷിപ്പ്. ഇതൊക്കെ നല്ല കിടുവാണ് അല്ലെ? പക്ഷെ നല്ല ഹൈ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? ഇത് മാഗ്ന മിഡിൽ ഓപ്ഷൻ ആണ്. ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചെയ്തിട്ടുണ്ട്. അലോയ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പക്ക ഹിസ്റ്ററിക്ക് ഉള്ള വണ്ടി ഉള്ള വണ്ടി. ഓൺഷിപ്പ് സിംഗിൾ ആണോ വരുന്നത്? തേർഡ്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക്? 480 ചെയ്യാം. മാക്സിമം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ ഒരു 1 lakh സുഖമായിട്ട് വണ്ടി ഇറക്കാം. 18-20 മൈലേജ് കിട്ടും. ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് ഇത്രയും പ്രൈസും നല്ല ഫീച്ചേഴ്സും അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു വാഹനം അല്ല. ദെൻ വീണ്ടും നമുക്ക് ഒരു എലൈറ്റ് i20 കളർ ചേഞ്ച് ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2017 മോഡൽ 18 രജിസ്ട്രേഷൻ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് അല്ലെ? ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ. 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സ്പോർട്സ് വേരിയന്റ് ആണ് വരുന്നത്. ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. 17 മോഡല്. അത് നമുക്ക് 18 രജിസ്ട്രേഷൻ 86,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ഡീസൽ വണ്ടി. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 590 1 lakhന്റെ താഴെ ഓടിയ വണ്ടി. 86,000 കിലോമീറ്റർ. പക്ഷെ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 1 lakh ഉണ്ടെങ്കിൽ വണ്ടി 1 lakh ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇനി അടുത്ത് നമുക്ക് ലേഡീസിനും അതേപോലെ തന്നെ ജെൻസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന സ്റ്റെബിലിറ്റിയും കംഫർട്ടൊക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് മാരുതി സുസുക്കി ഇഗ്നിസ്. ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2022 സീറ്റ. അപ്പൊ ഇഗ്നിസ് ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2022 ഇഗ്നിസ്. 25,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ അല്ലെ? ഇത് മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണ്? സീറ്റ ആണ്. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് വേരിയന്റ് അല്ലെ? മൈലേജ് ഒരു 18 ഒക്കെ കിട്ടൂല? 18. ഒരു പുതിയ വണ്ടി എടുക്കാൻ പോണ ആൾക്കാർക്ക് ബെസ്റ്റ് ഓപ്ഷൻ. എത്രയും നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 6.5 ആ റേഞ്ചിൽ കൊടുക്കാം. 6 സീറ്റ ഓപ്ഷൻ ആണ്. 25,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ ഓട്ടോമാറ്റിക് കേട്ടോ. ഏകദേശം ഒരു 19 രൂപ വണ്ടി ഇറക്കാം അല്ലെ? 50 രൂപ വണ്ടി ഇറക്കാം. അടുത്ത നല്ലൊരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് ഗ്രാൻഡ് ഐറ്റൺ. പൊതുവെ നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവാണ്. അത്യാവശ്യം മൈലേജും കിട്ടും. അഡീഷണൽ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു സിൽവർ ഫിനിഷിംഗിൽ ഗ്രാൻഡ് ഐറ്റൺ. എങ്ങനെയായിരുന്നു മോഡല്? 2018 മോഡൽ അല്ലേ? സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. 40,000 കിലോമീറ്റർ പ്രോപ്പർ സർവീസ് മെയിൻറ്റെയിൻ ചെയ്തതാണ്. വെറും 40,000 കിലോമീറ്റർ അല്ലേ? അലോയ് പുതിയ ടയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റിയ വണ്ടികളാണ് കേട്ടോ. വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വാഹനങ്ങളാണ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 390. ഒരു 19 വണ്ടി ഇറക്കാം. ഫ്രണ്ട്സ്, നമ്മളിന്ന് ഫോക്കസ് മോട്ടോഴ്സിലായിരുന്നു. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ പരിചയപ്പെട്ട മാക്സിമം കൂടുതൽ നമ്മൾ ഇന്നോവ, അതായത് നമ്മൾ ടയോട്ടന് നല്ലൊരു കളക്ഷൻ ആയിരുന്നു. മിക്ക വാഹനം നമുക്ക് വാറണ്ടിയിലാണ്. യൂസ്ഡ് കാർ ആണെങ്കിലും നമ്മൾക്ക് 1 year വരെ നമുക്ക് വാറണ്ടി, അതേപോലെ പാൻ ഇന്ത്യ റോഡ് അസിസ്റ്റ് കാര്യങ്ങളെല്ലാം ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്കൊരു പുതിയൊരു കാർ എടുക്കുന്ന പോലെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ആ ഒരു ഉറപ്പ് കാര്യങ്ങളെല്ലാം നമുക്ക് ഫോക്കസ് മോട്ടോഴ്സ് തരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. സോ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നെട്ടിക്കുന്ന പ്രൈസിൽ നമുക്ക് ഒത്തിരി വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അടുത്തൊരു പാർട്ടിൽ നമുക്ക് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കിള്ളം പാർട്ടിയായിട്ടും ഉടനെ വരും. അതേവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം, മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വീണ്ടും കാണാം. റിയാസ് ആൻഡ് ഷമീം സൈനിങ് ഓഫ്.